സുരേഷ് ഗോപി പ്രിയപ്പെട്ട നടനായിരുന്നു. ഇനി അദ്ദേഹം സിനിമയിൽ വരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഇപ്പോഴും നടനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നടനല്ല, താരമാണ്. ആ താരത്തിന്റെ പരിവേഷം ഇപ്പോഴും സ്വയം അദ്ദേഹം ആവാഹിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. നിരവധി സന്ദർഭങ്ങൾ അത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് തന്നെ അദ്ദേഹത്തെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു എന്നാണ്. തൃശ്ശൂരും പാലക്കാടുമൊക്കെ അദ്ദേഹം പാർട്ടി ഓഫീസിലൊന്നും പോയില്ല, അദ്ദേഹം ഇതായിട്ടേ നടക്കുള്ളൂ. പിന്നെ ഉദ്ഘാടനം, സിനിമാ നടൻ എന്ന നിലയ്ക്ക് ഞാൻ ഉദ്ഘാടനത്തിന് പോയി കാശ് മേടിച്ചിട്ടുണ്ട്, മന്ത്രി എന്ന നിലയ്ക്ക് എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട എന്ന് പറഞ്ഞാൽ സിനിമാ നടൻ എന്ന നിലയ്ക്ക് വിളിക്കണമെന്നും ആ കാശ് തനിക്ക് വേണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ആ പണം അദ്ദേഹം നല്ല കാര്യത്തിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ വിഷയമാണ്. മന്ത്രി എന്ന നിലയിൽ നമ്മുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഉദ്ഘാടനത്തിനും സമ്മേളനത്തിനും ഒക്കെ ആളുകൾ വിളിക്കും. അത് പാർട്ടിക്കാരും പാർട്ടി അല്ലാത്തവരും വിളിക്കും പൊതുവിഷയങ്ങളിൽ. കാരണം ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും തൃശ്ശൂരോ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരുപക്ഷെ സ്വതന്ത്രമായ നിലപാടുള്ള ആളുകൾ അദ്ദേഹത്തെ വിളിച്ചേക്കാം. പക്ഷെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞാൽ അതിനെന്താ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായില്ല. മാത്രവുമല്ല, കാശ് നിന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ അപകടകരമാണ്, നിയമവിരുദ്ധവുമാണ്. നിയമവിരുദ്ധമാണ് കാശ് വാങ്ങുന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഏറ്റവും വലിയ കോമാളിത്തരം നമ്മൾ കണ്ടത് കസേരകളിയിലാണ്. ഒരു യോഗത്തിൽ, സ്വച്ഛതാ മിഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ നടന്ന ഒരു യോഗത്തിൽ അദ്ദേഹം നടത്തിയ നാടകങ്ങൾ വളരെ രസകരമാണ്. സംഘാടകർ സ്വാഭാവികമായും കുറെ കസേരകൾ, കുറച്ച് മെച്ചപ്പെട്ട കസേരകൾ എപ്പോഴും സദസ്സിൽ കൊണ്ടിടാറുണ്ട്. ചിലപ്പോഴൊക്കെ അലങ്കരിച്ച കസേരകൾ പോലും കൊണ്ടിട്ട് ഞാനൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ കസേരകളും ഒരേപോലെ ആയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കുറച്ച് വെൽവെറ്റൊക്കെ ഉള്ള കുറച്ച് നല്ല പതുപതുപ്പുള്ള ഒരു കസേരകളാണ്. അത് അത്ര വലിയ പോഷ് കസേരയാണ് എന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഏതായാലും ഇദ്ദേഹം വരുന്നു, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനാണ് നടുക്കലത്തെ കസേര, നടുവിൽ ആ കസേര മാറ്റണമെന്നും എനിക്ക് സാധാരണ ഫൈബർ ചെയർ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അത് തന്നെ ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം ഒരു വെൽവെറ്റ് ചെയർ ഇടുകയും ബാക്കി എല്ലാവർക്കും ഫൈബർ ചെയർ ഇടുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നെ സമ്മതിക്കുമായിരുന്നു. അവിടെ MP അടക്കമുള്ള ആളുകൾ ആ സദസ്സിലുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിന് മാത്രം ഇട്ടാൽ ശരിയാണ്, അതൊരു രാജകീയമായ സംഗതിയാണ്, വേണ്ട എന്ന് പറയും. ഇതങ്ങനെയല്ല. ബാക്കി എല്ലാവർക്കും വെൽവെറ്റ് ചെയറും അതുപോലെ നല്ല ലെതറൊക്കെ ഇട്ട ചെയറും കുഷനൊക്കെ ഇട്ട ചെയറും, ഇദ്ദേഹത്തിന് മാത്രം ഒരുമാതിരി ഈ ഫൈബർ ചെയറും കൊണ്ടിട്ട് അദ്ദേഹം ഇരുന്ന് അതിൽ സന്തോഷിക്കുന്ന ഒരു സംഗതി. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് നാടകം തന്നെയാണ്. നാടകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാറിൽ കുഷനില്ലേ, അദ്ദേഹം ഇരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രി കസേരയിൽ കുഷനില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിലെ കസേരയിൽ കുഷനില്ലേ, അദ്ദേഹം ഇരിക്കാൻ എന്താ കുഴപ്പമുണ്ട്? അപ്പോൾ അദ്ദേഹം അത് കോമാളിത്തരം കാണിച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരത്തിലാണോ നമ്മൾ ആളുകളുടെ ശ്രദ്ധ നേടേണ്ടത്? ഇത് ശ്രദ്ധ നേടുകയാണോ? സുരേഷ് ഗോപിക്കുള്ള സ്വീകാര്യം നഷ്ടപ്പെടുകയാണ്. സുരേഷ് ഗോപിക്കുള്ള സ്വീകാര്യം നഷ്ടപ്പെടുന്ന BJP നേതാവ് എന്ന നിലയിൽ നഷ്ടപ്പെടുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇത്തരത്തിൽ കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് സ്വീകാര്യമാവുകയല്ല ചെയ്യുക, അസ്വീകാര്യമാണ് ആവുകയാണ് ചെയ്യുക. കാരണം സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ താരതമ്യേന മെച്ചപ്പെട്ട കസേരകൾ സ്റ്റേജിൽ അറേഞ്ച് ചെയ്താൽ അതിൽ നിന്ന് ഒരെണ്ണം മാറ്റി വേറൊരെണ്ണം മാത്രം മാറ്റണം എന്ന് പറഞ്ഞാൽ സംഘാടകർ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നതെന്ന് തന്നെ എനിക്കറിയില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇത്തരം കോമാളിത്തങ്ങൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ സിനിമാ നടനാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാം, കാരണം അദ്ദേഹത്തിന് ജനങ്ങളോടൊരു കടപ്പാടുമില്ല. ഇതിപ്പോ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച MP ആണ്, അതുവഴി മന്ത്രിയായ ആളാണ്. അപ്പോൾ മാത്രമല്ല, ഇതുവഴി കൂടെ ഇരുന്ന മുഴുവൻ ആളുകളെ അദ്ദേഹം അവമാനിക്കുകയും ചെയ്തു. കാരണം ബാക്കിയിരുന്ന MP-യും MLA-യും അടക്കമുള്ള ആളുകൾ ആ സ്റ്റേജിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MP-യെ ഞാൻ ആ സ്റ്റേജിൽ കണ്ടു. അപ്പോൾ അവരൊക്കെ ഒരുമാതിരി കൊള്ളരുതാത്തവരും, ഞാൻ മാത്രം എന്തോ ഒരു മിതത്വം ശീലിക്കുന്ന ഒരാളും എന്നൊക്കെ അർത്ഥത്തിൽ എന്താണ്, അല്ലെങ്കിൽ ഈ കസേര മാറിയതുകൊണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ ഒരു ഒരു ഒരുതരം നിലപാടുമില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂല്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ടോ, മൂല്യ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന മന്ത്രി വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അസ്വീകാര്യനാവുന്നു എന്ന തോന്നലാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാവുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.